ഇതിലൂടെ പണ്ട് പല്ലുവേലൊക്കെ വെച്ചോണ്ടിരുന്നു. നീ അത് വിട്. നിനക്കറിയാലോ ഈ സിനിമയുടെ പുറകെ നടക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെയല്ലടാ, 10-13 വർഷമായി ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. കാണുന്നവരെല്ലാം മനുഷ്യനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇനിയിപ്പോ എന്ന് ശരിയായാണ്? എടാ നീ ഇപ്പൊ എന്റെ കാര്യം ആലോചിച്ച് നോക്കി. ഒരു സിനിമയിലൊന്ന് അഭിനയിച്ച് അതിനുശേഷം അവസരം കിട്ടാത്തൊന്നുമില്ല, ഞാൻ അതിന്റെ പുറകെ പോയില്ല. അത് എന്തുകൊണ്ടാ? അതിന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. മടുത്തറ, ഞാൻ ഇനി ഇതെല്ലാം വിടും. ഇല്ല, ജോലിയൊക്കെ ചെയ്ത് വീട്ടിലെ കാര്യമൊക്കെ നോക്കി അങ്ങ് പോവാം. എനിക്കതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എടാ നീ പറഞ്ഞോളെ നമുക്കത് വേണ്ടെന്ന് നോക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി കാണുമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നീ ആ ചേട്ടനെ കണ്ടോ? പുള്ളി എന്നും ഇവിടെ വന്ന് ചൂണ്ടിടും. ചിലപ്പോഴൊക്കെ മീനൊക്കെ കിട്ടും. ചെറിയ മീനായിരിക്കും, വലിയ മീനായിരിക്കും, ചിലപ്പോൾ ഒന്നും കിട്ടത്തുമില്ല. പക്ഷെ പുള്ളി എല്ലാ ദിവസവും അവിടെ വന്ന് ചൂണ്ടിടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? പുള്ളിക്കെതിരെ നേരം പോക്കല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. വരാനുള്ള എന്നാലും വരൂടാ. കഴിഞ്ഞ ആഴ്ച ഓഡിഷന് പോകാന്ന് വാങ്ങിച്ചാൽ 1000 രൂപ തരാം. 2 ദിവസം കഴിയുമ്പോൾ തരാം. എവിടെ 2 ദിവസം കഴിയുമ്പോൾ കുറെ ആയാലും 2 ദിവസം അറിയാതെ തരാം. എന്നാ തരാന്ന്? ഓഡിഷൻ എവിടെ ഓഡിഷൻ? എന്റെ കാലിനടയിലൊരു ഓഡിഷൻ. ഇന്ന് രാത്രി 8 മണിക്ക് മുമ്പ് എന്റെ അക്കൗണ്ടിൽ പൈസ വേണോ? എന്റെ സ്വഭാവം പറഞ്ഞുള്ള കാര്യം ഞാൻ പറയാം. ശരിയടാ, കറക്റ്റ് സമയത്ത് തന്നെ വരാനുള്ളത് വരും. ആ ആയിരം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഒരു 2 ദിവസത്തേക്ക് ഒരു 1000 മറിക്കാൻ തരാം.